തീയൽ ഇഷ്ടമല്ലാത്ത ആരെയാ ഉള്ളതല്ലേ? നമുക്കിന്നൊരു തീയൽ വെച്ചാലോ? അതും ചക്കക്കുരുവും സവോളയും. ഇത് ഈ പച്ച കളറുള്ള സാധനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് കേട്ടോ ചീരത്തണ്ട്. അതും ഒന്ന് പീസാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് അടിപൊളി ഒരു തീയൽ ഉണ്ടാക്കാം. ഇവിടെ എല്ലാവർക്കും ഫേവറേറ്റ് ആണ് കേട്ടോ തീയൽ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിനകത്ത് ഈ സംഭവങ്ങളെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതായത് ചീരത്തണ്ടും ചക്കക്കുരുവും സവാളയും കൂടെ. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ ഇപ്പം നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതിനകത്ത് തക്കാളിക്ക ഇട്ട് കൊടുക്കാം. തക്കാളിക്ക ഞാൻ ചേർക്കുന്നില്ല. ഇതിൻ്റെതായിട്ടൊരു ടേസ്റ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചതാണേ. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചാലും ഉടഞ്ഞൊന്നും പോവില്ല. ഇതിനൊക്കെ നല്ല വേവുള്ള സാധനമാണ് കേട്ടോ. പക്ഷെ ഞാനിപ്പം ഇതിനകത്ത് അത്യാവശ്യം ഉള്ള വെള്ളം കൊണ്ട് വേവട്ടെ എന്ന് വിചാരിച്ചാൽ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഇത് നമുക്കൊന്ന് ഇളക്കി അടച്ചു വെക്കാം. ഇത് വേവുന്ന സമയം, അതായത് ഇതൊന്ന് വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് വേണ്ടതിന്. അപ്പോഴത്തേനും നമുക്ക് ഈ തേങ്ങ കുറച്ചും നമ്മുടെ ചുമന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇതെൻ്റെ അമ്മായിയമ്മ എനിക്ക് പറഞ്ഞു തന്നെയാണേ. അപ്പോൾ ഈ പരുവത്തിൽ വറുത്തെടുത്തിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർന്ന് നമുക്കൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോഴത്തേനും ഞാൻ ഈ ഗ്യാസ് ഓഫ് ചെയ്തിരുന്നു. ഇപ്പം വേണമെങ്കിൽ പെരിഞ്ചീരകം ഇടാൻ. ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇടുന്നുണ്ട്. അപ്പോൾ വെള്ളം തൊടാതെ തേങ്ങ അരയ്ക്കണമെന്നാണ് ഞാൻ പണ്ട് മുതലേ കേട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വെള്ളം തൊടാതെ എൻ്റെ എണ്ണയാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഒന്ന് ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത്, വെണ്ണ വെള്ളം ഒഴിക്കുന്നില്ലേ, എന്തായിരിക്കും കാര്യം ആവും. അപ്പം വെള്ളം കൂടെ ഒഴിച്ചാൽ നമുക്ക് ഈ ചക്കക്കുരുവൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് കുറുകും. അപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട്, ഇന്ന് ഉപ്പ് കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. പിന്നെ അതിൻ്റെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് എണ്ണ തെളിയുന്നവരെ വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് അടിപൊളിയായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ്, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അടിപൊളി തീയൽ റെഡി. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ടാറ്റാ.